നിങ്ങളാരാ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇത് കണ്ടോ, നമ്മൾ കേവലം സിനിമയിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ്. ഇതുണ്ടോ, ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മടവൂർ CM മുക്കാമിന് അടുത്താണ് ഈ സംഭവം കേട്ടോ. അത് ഈക്കൻ്റെ സാധനം കേട്ടോ, ഇത് വർക്ക് ചെയ്യുന്ന സാധനം കേട്ടോ. ഇതൊന്നും ഒരിക്കലും കാണാൻ കഴിയില്ല. ആണ്ടിൽ പോയി കറണ്ടും ബാറ്ററിയൊന്നും ഇല്ലാത്ത കാലത്തല്ല ഇതിന് കറണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. അത് പണ്ട് എത്രയോ മുമ്പ് ആണ്. 1962 കേസറ്റാണ് അത്. ഭാര്യ എന്ന് പറഞ്ഞ സിനിമയിലുള്ള ഭാര്യ. 1962 ഭാര്യ എന്ന് പറഞ്ഞ സിനിമയിലുള്ള കേസറ്റാണ്. ഇതിപ്പോഴും വർക്കിംഗ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഇതെവിടെ ഞങ്ങൾ ഒപ്പിച്ച സാധനം പല ഭാഗത്തുനിന്നും ഞാനിപ്പോഴും എടുക്കും. എവിടെ കിട്ടുന്ന എടുക്കും. നാലിനപ്പം എൻ്റെ ഉണ്ട്. ഈ കാക്ക് ഇങ്ങനത്തെ കലശൻ ഉണ്ട്, ഇപ്പോഴും ഇതിൻ്റെ കലശൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു തകിടാണ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു തകിടാണ്. സൂചി ആ തകിടുമ്മൽ തൊടുനേരാണ് ആ തരംഗം സൗണ്ടിനെ വരുന്നത്. റിക്കാർഡിൽ കുത്തായിട്ട് റിക്കാർഡിൽ പാട്ടിനെ ചിത്രീകരിച്ച കരണ്ടും ബാറ്ററിയൊന്നും ഇല്ലാത്ത കാലത്ത് നൂൽക്കമ്പി പോലുള്ള കമ്പി കൊണ്ട് ഇങ്ങനെ ചിറ്റിയിട്ട് ഒരു ദണ്ടുണ്ടാവും. ആ മെഷീന് വേറെ തന്നെയാണ്. അത് ഈ അരക്കിൻ്റെ റിക്കാർഡ് അതിമേൽ വെച്ചിട്ട് അതിമേൽക്ക് മെല്ലെ ചെറിയ ചൂടും പാട്ടിയിട്ട് അതിമേൽക്ക് ഒറ്റ തിരിക്കല. തിരിക്കി നേരം റിക്കാർഡിന് ഈ തല മുതൽ അവിടം വരെ ഒരു വരാം, ഒരു ലൈനാ സ്ക്രൂവിൻ്റെ മാതിരി ഇങ്ങനെ. ആ ഈ ഭാഗം ഇവിടെ വെച്ച് പാട്ട് ഇതെരിയത്തെത്തുമ്പോഴേക്ക് പാട്ട് തീരും. ആ വരൻ്റെ അകത്താണ് കൊത്തായിട്ട് ചിത്രീകരിച്ച് വെച്ച് അക്ഷരത്തിനാണ്. അത് സൂചി ഇങ്ങനെ കയറി ഇറങ്ങുന്ന നേരം അതിൻ്റെ തകിട് പോയിട്ട് അത് പാട്ടാക്കി മാറ്റി കൊണ്ടിടും. ഇതിൽ വേറെ ഒരു മെഷീനറി ഇല്ല. അതേ സ്ഥാനത്ത് ഒരു തീപ്പെട്ടി എടുത്ത് കറണ്ട് ബാറ്ററി ഒന്നും ആവശ്യമില്ല, ഒന്നും വേണ്ട. തീപ്പെട്ടി എടുത്ത് അതിമേലെ സൂചി കുത്തി ഇങ്ങനെ വെച്ച് കൊടുത്താൽ അതും പാടും. ഒച്ച ഉണ്ടാവില്ല തന്നെയുള്ളൂ. വേറെ മെക്കാനിസം ഒന്നുമില്ല. ഒരു സ്പ്രിങ്, ഒരു ഉറുമിക്കൊക്കെ ഉപയോഗിക്കില്ല, ബാൾപാറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഉറുമില്ലേ, അതിൻ്റെ ആ സ്പ്രിങ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. അതിൻ്റെ 2 എണ്ണം ഉണ്ടാവും. ഒന്നിങ്ങനെ മുറിയുകയും ചെയ്യും, ഒന്ന് ലൂസാകുകയും ചെയ്യും. ഒരു കട്ടൻ്റെ ഉള്ളിൽ അതിന് കൗണ്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് വെച്ചിട്ട് ബ്രേക്ക് ആക്കിയിട്ട് സ്പീഡ് ഒരേ ലെവലാക്കും. 78. വേറെ ഒരു പ്രത്യേകതയില്ല ഇതിൻ്റെ ഉള്ളിൽ. വേറെ ഒന്നും. ഇത് എത്ര സമയം തിരിയും ഇങ്ങനെ? ഒരു പാട്ടിന് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ്. ഓവർ കൊടുക്കൂല. ഒരു 2 പാട്ട് പാടുവാനുള്ള ചാവിയിലും ആവും. ഇതൊരു മെഷീനാണ്. കേട്ടോ, ഇതാണ് സ്വിറ്റ്സർലാൻഡിന്റെ ആണ് ഈ മെഷീനും പെട്ടിയോ. സ്വിറ്റ്സർലാൻഡിന്റെ മെഷീനാണ്. ഇന്നിപ്പോ സാധനം കാണാനോ ഒന്നും കിട്ടൂല. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. ആ പണ്ടത്തെ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച കാസറ്റുകളിലാണ്. എല്ലാ സൈസ് കാസറ്റുകളും ഉണ്ട്. അതൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വാക്ക്മാന്, റേഡിയോ, ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ സാധനവും ഇതാ നമ്മൾ കരക്കുന്ന ഫോൺ ഇതാക്കുന്ന ഒക്കെ കൊടുക്കാനുള്ള പറഞ്ഞിട്ട് കേട്ടോ. ഇതാ അതാണ് നമ്മളെ പാട്ട് നേരത്തെ പാടി അതിൻ്റെ ഡിസ്കാണ്. ഒക്കെ വർക്കിംഗ് ആണ്, കൊടുക്കാനുള്ളതാട്ടോ. ആവശ്യമുള്ളവർ മടവൂർ അങ്ങാടിയിൽ വന്നിട്ട് ഇക്കാൻ ചോദിച്ചാൽ മതി. മൂസക്കിഷ്ടം പഴമ പാട്ട് ശേഖരിക്കാൻ എന്തിനും തയ്യാറാ. അത് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടോ? ചില്ലക്കാരനല്ല കേട്ടോ ഇയാള്. പേപ്പറിലുണ്ട്, വീക്കിലിയുണ്ട്. എല്ലാ സ്ഥലത്തും വന്ന് അറിയപ്പെട്ട ആൾ തന്നെ. അത്
ഇതിനെപ്പറ്റി ആവശ്യമുള്ളവരൊക്കെ വരിക, കാര്യങ്ങളൊക്കെ പഠിക്കുക. ചരിത്ര വിദ്യാർത്ഥികളൊക്കെ വന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഇക്ക പറഞ്ഞു തരും കേട്ടോ. ഓൻസുകളുണ്ട്, വേറെ എന്തൊക്കെയോ കലശൻ ഉണ്ടോക്കെ പറയുന്നുണ്ട്. ഏതായാലും നമ്മളൊന്ന് നോക്കുന്നത് കള്ളത്. ഒരുപാട് പണ്ടത്തെ പൈസേൻ്റെ കലശനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. 1 പൈസ 2 പൈസ എല്ലാ സാധനവും ഉണ്ട്. കണ്ട് മനസ്സിലാക്കേണ്ടി പോലെ വരിക. അല്ല അത് നോക്കിയതാ എല്ലാ പൈസയും ഉണ്ട്. വെള്ളിന്റെ പൈസ 20 പൈസ 5 പൈസ 1 അണ 2 അണ എല്ലാ സാധനവും ഇക്കൻ്റെ അടുത്തുണ്ട് കേട്ടോ. കാണേണ്ടിയവര് വേഗം കുറെ നോട്ടുകളും ഉണ്ട്. ഗൾഫ് കൺട്രീൻ്റെ നോട്ട്, സൗദി അറേബ്യ എല്ലാ നോട്ടുണ്ട്, നോട്ടുണ്ട്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വാങ്ങി വെക്കുന്നതാണ് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന്. ഇതൊക്കെ മറ്റേ ആദ്യത്തെ 500 അല്ല, അതിന്റെ മുമ്പുള്ള നിരോധിക്കപ്പെട്ട പൈസയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും എടുത്ത് വെച്ചു. അല്ല ഇപ്പോഴത്തെ 500 അല്ലത്. അതെ മുമ്പത്തെ ഇത് ഇതെന്താ സാധനം? ഈ കല്ല് ഇതെന്താ ഒരു കല്ലാണല്ലോ? എന്താ സാധനം? പുഷ്യരാഗം എന്ന് പറഞ്ഞ ഒരു ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടാകുക. ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടാകുക. ഇന്ദ്രനീലം. ഇന്ദ്രനീലം എന്ന് പറഞ്ഞ സ്റ്റോണ്. ഇത് മഞ്ഞ പുഷ്യരാഗം. ഞാൻ കട്ട് ചെയ്തതിന്റെ ബാക്കികളാണ്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? മോതിരം. മോതിരം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതിന്റെ മുകളിൽ സ്റ്റോണായിട്ട് വെക്കാനുള്ള കേട്ടോ. ഇതൊക്കെ ഇതെങ്ങനെ കട്ട് ചെയ്യാന്ന് പോ? ത്രച്ചി പോയിട്ട് കട്ട് ചെയ്യൂ. ഓക്കെ. ഈ കാണുന്നതൊക്കെ മോതിരത്തിന്റെ കല്ലുകളാട്ടോ. ഇതൊക്കെ അങ്ങ് മോതിരത്തിന്മേൽ ആക്കി. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ഇതൊക്കെ ഇവിടെ കകനത്തിലുള്ള കലശനാട്ടോ. നല്ല മോതിരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കപ്പെടുന്നു. അതിന്റെ പണിയിലായിരുന്നു എന്നപ്പോ നമ്മൾ വന്നു കേട്ടോ. വെള്ളി മോതിരം അരമണിക്കൂർ കൊണ്ട് വെള്ളിന്റെ മോതിരം ഉണ്ടാക്കി കൊടുക്കുന്ന പറയുന്നത്. അപ്പൊ ആവശ്യക്കാരൊക്കെ ഇതാക്കുന്ന ഇക്ക തന്നെ റിപ്പയർ ചെയ്ത് വെച്ചാട്ടോ. ഇലക്ട്രോണിക്സ് ഒന്നും പഠിച്ചില്ലോ അല്ലേ, പക്ഷെ ഇതൊക്കെ ഡെഡായിരുന്നു. ഇക്ക കൊണ്ടുവന്ന് നല്ല വൃത്തിയിൽ എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയുള്ളതാട്ടോ. ആ വീഡിയോയിൽ എവിടെയെങ്കിൽ നിൽക്കാം.